ഇങ്ങനെ ഒരു റൈറ്റപ്പ് അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാനൊന്നും ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. കാരണം ഈവൻ ആഫ്റ്റർ 10 years ഓഫ് പാസിംഗ് ഔട്ട് ഫ്രം ദാറ്റ് സ്കൂൾ എനിക്ക് അവർ തന്ന ട്രോമ, ആ ഇമോഷൻസ് പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കിപ്പോഴും വന്നിട്ടില്ല. ആ ദിവസങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എന്റെ ഹാർട്ട് ബീറ്റ് റേസ് ആവും. പക്ഷെ ഇന്നലെ രാത്രി എനിക്ക് 2-3 ടീച്ചർമാർക്ക് പ്രത്യേകിച്ച് നല്ലൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. മോശം അനുഭവം അല്ല, നമുക്ക് പേടിയാണ്. അതായത് നമുക്ക് സ്കൂളിലൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കണം, നമുക്ക് അവിടെ പോകാൻ തോന്നണം. എല്ലാവർക്കും നമസ്കാരം. പാലക്കാട് സെന്റ് ഡൊമിനിക് സ്കൂളിൽ നടന്നിട്ടുള്ള നാറിയ പരിപാടികൾ അങ്ങനെ തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെ കുട്ടിക്കാലത്തിൽ നമ്മൾ ചിരിച്ചും സന്തോഷിച്ചും ഒരു ടെൻഷനും ഇല്ലാതെ ജീവിച്ച കാലങ്ങളാണ്. എന്നാൽ ഒരു പരിധി കഴിയുമ്പോൾ, ഒരു 10-20 വയസ്സൊക്കെ ആകുമ്പോൾ പ്രാരാബ്ദങ്ങളും അതുപോലെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ തലമണ്ടയ്ക്ക് വരും. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നതും സന്തോഷിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൂർവ്വകാല സ്കൂൾ ജീവിതങ്ങളാണ്. അന്ന് വളരെയധികം ഹാപ്പി ആയിട്ട് നടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സമാധാനം, സന്തോഷവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളർന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഓരോരോ ബാധ്യതകൾ തലയിൽ വരും. പിന്നെ ജീവിതം ആ ലെവലിൽ പോകും. പക്ഷെ അതിനു മുന്നേ സ്കൂൾ ജീവിതം അതൊന്ന് വെച്ച് കഴിഞ്ഞാൽ കളിച്ച് ചിരിച്ച് നടക്കുന്ന, ഒരു ടെൻഷനും ഇല്ലാത്ത ആ ഒരു കാലഘട്ടം. 5 രൂപ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണ്ട് മുട്ടായി മേടിച്ച് തിന്ന് നടന്ന ആ കാലം അതൊരിക്കലും മറക്കാൻ പറ്റാത്ത കാലം തന്നെയാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മോശം അനുഭവങ്ങൾ ഉണ്ടായാൽ പിന്നെ എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം? മുന്നോട്ടുള്ള ജീവിതത്തിൽ കുട്ടിക്കാലത്തിനെ കുറിച്ച് ഇരുന്ന് ആലോചിച്ച് സന്തോഷിക്കാൻ ഒരു നിമിഷം പോലും ഇല്ലാത്ത അവസ്ഥയായിരിക്കും. ഈ പാലക്കാട് സെന്റ് ഡൊമിനിക് സ്കൂളിലെ സ്റ്റെല്ല ബാബു എന്ന് പറയുന്ന ലേഡി നല്ല 1ാം തരം ടീച്ചറാണ്. ടീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ്. അവാർഡ് എടുത്ത് കൊടുക്കണം, കമത്തി വെച്ച് കൊടുക്കണം, ആ ലെവല് സാധനമാണ്. ഈ സ്കൂളിനെതിരെ ഒരുപാട് പൂർവ്വകാല വിദ്യാർത്ഥികളും പാരന്റ്സ് അടക്കം രംഗത്ത് ഇപ്പൊ നിലവിൽ വരുന്നുണ്ട്. ആശിൻ നന്ദ എന്ന് പറയുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മരണത്തോടനുബന്ധിച്ച് ആ സ്കൂളിൽ വൻ വിഷയങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ എല്ലാത്തിനെയും പിടിച്ച് ഡിസ്മിസ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വളരെ നല്ല കാര്യം. ഈ ഡിസ്മിസ് ചെയ്ത് ഇതിനെയൊക്കെ വിട്ടിട്ട് അടുത്ത് വരുന്നതും ഇതല്ല ഇതിന്റെ അപ്പുറമാണ് കാട്ടിക്കൂട്ടുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. പകരം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കൂളിലെ മൊത്തം സിസ്റ്റം തന്നെ മാറ്റണം. കുട്ടികളേതായ രീതിയിൽ വിടണം. അല്ലാണ്ട് ഇവിടെ ആശിൻ നന്ദയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.5 മാർക്ക് കുറഞ്ഞതിന് വേറെ ക്ലാസ്സിൽ കൊണ്ടിരുത്തി ഡിവിഷൻ മാറ്റിച്ച് അവിടെ കൊണ്ടിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അവിടെ പുച്ഛവും അവഗണനയും മാത്രമാണ് ആശിൻ നന്ദയെ പോലുള്ള ബാക്കിയുള്ള കുട്ടികൾക്ക് അടക്കമുണ്ടായത്. എന്നാൽ ആശിൻ നന്ദയ്ക്ക് അത് താങ്ങാൻ സാധിച്ചില്ല. അതുകൊണ്ട് ആ കുട്ടി അവസാനം ഒരു കടുങ്കൈ ചെയ്തു, സ്വയം ജീവനൊടുക്കി. ആർക്ക് നഷ്ടം? ആ കുടുംബത്തിന്, ആ കുട്ടിക്കും നഷ്ടം. അല്ലാതെ ഇവളുമാർക്കോ ഈ നടത്തിയവർക്കോ ഈ സ്കൂളുകാർക്കോ ഒരു നഷ്ടമില്ല. ഇവർക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ അങ്ങ് പോകും. അത് തന്നെയാണ് സംഭവിക്കുന്നത്. നഷ്ടം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കുടുംബത്തിനും ആ കുട്ടിക്കും മാത്രം, അല്ലാണ്ട് ആർക്കും നഷ്ടമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർക്കും നഷ്ടമില്ല. ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാൻ ആർക്കും നഷ്ടമല്ല. കുറച്ച് ദിവസം ന്യൂസ് വാല്യൂ ന്യൂസ് ആയിട്ട് ഒരു കണ്ടന്റ് അത്ര മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഇതൊക്കെ ഇനിയും കടന്നു. പക്ഷെ ഡിസ്മിസ് ചെയ്തത് തന്നെ വലിയൊരു കാര്യം. അതുപോലെ തന്നെ ഇതിനെയൊക്കെ അകത്തും കൂടി ഇടാനുള്ള വകുപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഉണ്ടാക്കിയെടുത്ത് അകത്തിടുക. എന്തിനാണ് ഇതൊക്കെ പുറത്ത് കടന്നിട്ട് കൊച്ചു പിള്ളേരുടെ അടുത്ത് ഇങ്ങനത്തെ ഗുണങ്ങളാണ് കാണിക്കുന്നത്? സ്കൂളിന്റെ ഉന്നത വിജയത്തിന് വേണ്ടിയിട്ട് കാണിക്കുന്ന പേക്കൂത്തുകൾ, അതിനു വേണ്ടിയിട്ട് ഓരോ കുട്ടികളെ മെന്റലി ടോർച്ചർ ചെയ്ത് ഇവരൊക്കെ കാണിക്കുന്ന ഓരോരോ വൃത്തികെട്ട നാറിയ പരിപാടികൾ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനത്തെ സ്കൂളുകൾ നമ്മുടെ രാജ്യത്തേ വേണ്ട. എന്തിന്? പിള്ളേരെ പഠിപ്പിക്കുക. ഒട്ടും പഠിക്കാത്ത കുട്ടികളെ നല്ലോണം പഠിപ്പിച്ച് മുന്നോട്ട് കയറ്റിക്കൊണ്ടുവരികയാണ് ടീച്ചേഴ്സ് ചെയ്യേണ്ട. പകരം ആ കുട്ടികളെ ഡിവിഷൻ മാറ്റിയല്ല കളിക്കേണ്ട. അതുപോലെ തന്നെ ആ സ്കൂളിൽ പരസ്പരം ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള കുട്ടികളെ ആ ഫ്രണ്ട്ഷിപ്പിനെ പിരിക്കുന്ന പരിപാടി, അതുപോലെ വരാന്തയിൽ നിന്ന് സംസാരിച്ചാൽ അത് പ്രശ്നം, അങ്ങനത്തെ ഒരുപാട് വിഷയം ഈ CBSE സ്കൂളിലുണ്ട്. ഇത് CBSE സ്കൂളിലെ മാത്രം പ്രശ്നമല്ല, ചില സ്റ്റേറ്റുകളും സ്കൂളുകളിലൊക്കെ ഇതുണ്ട്. പിന്നെ CBSE സ്കൂളിൽ പണ്ട് മുതലേ സ്ട്രിക്റ്റ് ആണെന്ന് കുറച്ച് കേട്ടിട്ടുണ്ട്, അറിയത്തില്ല. സ്റ്റേറ്റ് പഠിച്ചതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. പേഴ്സണൽ അനുഭവത്തിൽ നമുക്ക് ആ ഒരു അറിവില്ല. കേട്ടറിവിൽ CBSE സ്കൂളുകളിൽ അത്യാവശ്യം സ്ട്രിക്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ആ അറിവ് ഇങ്ങനത്തെ സ്ട്രിക്റ്റ് ആണെങ്കിൽ വളരെയധികം മോശവും നാറിയ പരിപാടിയാണ്. ഇതിനൊക്കെ ഒരു അറുതി വരണം. കുട്ടികളെ മെന്റലി ടോർച്ചർ ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. കുട്ടികൾ ആസ്വദിച്ച് നടക്കേണ്ടവരാണ്, അവരെ ആസ്വദിച്ച് നടക്കട്ടെ. ഈ പിള്ളേരെ പിടിച്ച് ഡിവിഷൻ മാറ്റി കളിച്ച് താഴ്ന്ന പിള്ളേരെ ഉയർന്ന പിള്ളേരെന്നുള്ള രീതി വേർതിരിവ് എന്തിന്? പണ്ട് ജാതിയുടെ പേരിൽ വേർതിരിച്ച് ഉയർന്ന ജാതിയിലുള്ള കുട്ടികളെ പിടിച്ച് ബെഞ്ചിലും ബാക്കിയുള്ളവരെ പിടിച്ച് തറയിലിരുത്തുന്ന ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു. അതിന്റെ മറ്റൊരു വർഷം തന്നെയാണ് ഇത്. അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ക്ലാസ്, പഠിക്കാത്തവരെ വേറൊരു ക്ലാസ്സിൽ കൊണ്ടിട്ടിട്ട് അവിടെ അവഗണനയും പരിഹാസവും പുച്ഛവും മാത്രം. മാനസികമായ ഒരു ലെവലിലും താങ്ങാൻ പറ്റാതെ അന്ന് സ്കൂൾ ബസ്സിൽ കയറിയിരുന്ന് വിഷമിച്ചു പോയ ഒരു ആശിൻ നന്ദയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ കുട്ടി വീട്ടിൽ പോയിട്ട് ആരെടുത്തും ഒന്നും മിണ്ടാണ്ട് സ്വയം പോയി. ആർക്ക് നഷ്ടം?
നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇനി പൂർവ്വകാല വിദ്യാർത്ഥിയായ ഒരു പയ്യൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. എനിക്ക് 2-3 ടീച്ചർമാർക്ക് പ്രത്യേകിച്ച് നല്ലൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. മോശം അനുഭവം വരെ നമുക്ക് പേടിയാണ്. അതായത് നമുക്ക് സ്കൂളിലൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കണം, നമുക്ക് അവിടെ പോകാൻ തോന്നണം. പ്രത്യേകിച്ച് ക്ലാസ് ചില ടീച്ചർമാരുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് പേടിച്ച് ഇരിക്കുക, അയ്യോ ഇങ്ങനെ എങ്ങാനും തിരിഞ്ഞ അടി കിട്ടും, അല്ലെങ്കിൽ തിരിഞ്ഞ അപ്പം പൊക്കും, തിരിഞ്ഞ പണി കിട്ടും, എങ്ങാനും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ പെടും. ഒരു കെമിസ്ട്രി ടീച്ചറിന് അവിടെ എല്ലാവരും പറയുന്ന പേര് തന്നെയാണ്, രക്ഷാഘട്ടൊക്കെ ആയിരുന്നു പുള്ളിക്കാരി. ഇപ്പൊ രാജിവെച്ചു, വളരെ നല്ല കാര്യം. ഇവർക്ക് അങ്ങനെ എങ്ങനെയാണ് അവർ പഠിപ്പിച്ചത് ഇത്രയും കാലം എന്ന് ഞാൻ ആലോചിക്കുന്നത്. 2000-2010 പഠിച്ചവർക്കും ആ ടീച്ചർ സെയിം എക്സ്പീരിയൻസ്, 18-20 പഠിച്ചവർക്കും സെയിം എക്സ്പീരിയൻസ്, ഇപ്പോഴും സെയിം എക്സ്പീരിയൻസ്. എന്നിട്ട് ഒരു ആക്ഷൻ പോലും ആരും എടുക്കണില്ലല്ലോ. ആ ടീച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ടീച്ചർക്ക് ചിരി പറഞ്ഞ സാധനമില്ല മുഖത്ത്, നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാണ്. അതായത് പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ എങ്ങാനും നമുക്ക് അറിഞ്ഞപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല പേടിച്ചിട്ട്. അതായത് എങ്ങാനും തെറ്റിയ കഴിഞ്ഞു. പിന്നെ ടീച്ചറുടെ സ്ഥിരം പരിപാടിയുണ്ട്, നമ്മൾ കൈകൾ ചുട്ടി പിടിച്ച് തലക്കെട്ടടിക്കുക. അത് ശരിക്കും ട്രോമയാണ്. അത് നമുക്ക് ഇപ്പോഴും എന്റെ മനസ്സിലേക്ക് സാധനം വരും. എത്ര പേര് അത് ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ ബിക്ഷോടെ നോക്കൗട്ട് വെച്ചത് കുറേ ലിറ്ററലി അതുപോലെ തന്നെ നമ്മൾ ഒരു നിമിഷം നോക്കൗട്ടായി പോകും. ഇങ്ങനെ ഫിസിക്കൽ അബ്യൂസ് അവിടെ കുറേ ഉണ്ട്. പിന്നെ അടി പുറത്താക്കലൊക്കെ വേറെ. അടി ഇടി ചവിട്ടും കുത്തും തിരുമലമായിരുന്നു ആ സ്കൂളിൽ നടന്നുകൊണ്ടിരുന്നതെന്നാണ് ഒരു പൂർവ്വകാല വിദ്യാർത്ഥി പറയുന്നത്. എന്തുവാടേ, നിങ്ങൾ എന്തിനാണ് ഈ സ്കൂൾ വെച്ച് നടത്തുന്നത്? പൈസ മാത്രം മതിയാ? പിന്നെ ഉയർന്ന വിജയം എന്ന് വെച്ചിട്ട് പഠിക്കാത്ത പിള്ളേരെ എടുത്തിട്ട് അടിക്കുന്നതാണോ നിങ്ങളുടെ ഉയർന്ന വിജയം? അതുപോലെ തന്നെ ചില CBSE സ്കൂളിൽ നടക്കുന്ന ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. അതായത് പഠിക്കാത്ത പിള്ളേരെ, അത്ര അങ്ങോട്ട് മാർക്കില്ലാത്ത അല്ലെങ്കിൽ പാസ്സാവൂല എന്നുള്ള ടൈപ്പ് പിള്ളേരെ ഇവരാ സ്കൂളിൽ പഠിപ്പിക്കത്തില്ല, സ്കൂളിൽ നിന്ന് പിരിച്ചുവിടും. അങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കാറുണ്ട്. അങ്ങനത്തെ പരിപാടി വരെ ഉള്ള സ്കൂളുകളുണ്ട്. അതൊക്കെയാണ് സ്കൂളുകൾ, അടിപൊളി സ്കൂളുകൾ. പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിച്ച് മോശമായിട്ട് നടക്കുന്ന കുട്ടികളെ നല്ലത് പറഞ്ഞു കൊടുത്ത് പിടിച്ചുകൊണ്ട് തിരിച്ചു വരേണ്ടവരാണ് അധ്യാപകർ. എന്നാൽ സ്കൂളിന്റെ ഉന്നത വിജയത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, അവിടെ പഠിക്കുന്ന കുട്ടികൾ മാത്രം മതി, അല്ലാത്തവർ വേണ്ട എന്നുള്ള മൈൻഡിൽ ചിന്തിക്കുന്ന സ്കൂളുകളുണ്ട്. ഇതൊക്കെ എന്ത് പറയാം, ആരോട് പറയാം, ആര് കേൾക്കാൻ? കുറച്ച് ദിവസം കത്ത് പിന്നെ തീർന്ന്. ഇനി ഒരു രക്ഷിതാവ് സംസാരിക്കുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പം നിലവിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ രക്ഷിതാവ് ഇങ്ങനെ മീഡിയയുടെ മുന്നിലൊക്കെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുറച്ചൊന്ന് ഡൗൺ ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇത്ര ബുദ്ധിമുട്ടിയിട്ട് എന്തിനാണ് നിങ്ങൾ ഇതുപോലത്തെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്? നിങ്ങൾ എന്താ പറയുക, സ്റ്റാറ്റസിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനത്തെ CBSE പഠിപ്പിച്ചിട്ട് മക്കളെ അങ്ങനെ വിട്ടിട്ട് ആളാവാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് കണ്ടു. അപ്പോൾ അതിനുള്ളൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ, അതിലൊന്നാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ നിന്ന് 100-300 മീറ്ററുള്ള സ്കൂളിലേക്ക് ഇവർക്ക് പോയി വരാനും, ഞാനിവിടെ ഇല്ലാത്തൊരാളാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വീട്ടിലുള്ളവർക്കും പോകാനും വരാനൊക്കെ ഒരു സൗകര്യത്തിനാണ് തൊട്ടടുത്തുള്ള സ്കൂളാണ് ഒന്നത്. പിന്നെ രണ്ടാമത്തേത് CBSE, നമ്മളൊക്കെ പഠിച്ച സാധാരണ സ്കൂളിലാണ്. ആ സ്കൂൾ മോശമായിട്ടോ അല്ലെങ്കിൽ ആ സ്കൂളിൽ പഠിച്ചിട്ടൊന്നും അല്ലാണ്ടാവുക, അങ്ങനൊന്നും അല്ല. ഇതിപ്പോൾ നമുക്ക് കിട്ടാത്തത് അവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പാരൻസാണ് എല്ലാവരും. അതുപോലെ ഞാനും ആഗ്രഹിച്ചു. അതിപ്പോൾ ഇത്ര വലിയ തെറ്റാണോ? അങ്ങനെ CBSE സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്നവരൊക്കെ ഇങ്ങനെ തെറ്റുള്ള ആൾക്കാരാണോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ ഇതിലാണ് ഇത്ര വലിയ കുറ്റങ്ങൾ പറഞ്ഞെന്നുള്ളത്. കുറ്റങ്ങളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു കൊറോണയുടെ മുന്നേ വരെ സ്കൂളിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സ്കൂളായിരുന്നു. ഒരു 2-3 വർഷമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് സത്യം പറഞ്ഞാൽ സ്കൂളിനകത്ത് കയറിയപ്പോഴാണ് നമുക്കും അതിൻ്റെ ഇത്തരം ഭീകരത നമുക്ക് മനസ്സിലായത്. അതിപ്പോൾ കുറേയൊക്കെ സോൾവ് ചെയ്ത് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 2-3 വർഷമായിട്ടൊന്നല്ല എൻ്റെ പൊന്നു ചേട്ടാ, പൂർവ്വകാല വിദ്യാർത്ഥികൾ അടക്കമെന്ന് പറയുന്നുണ്ട്. ഇവർ 2-3 വർഷം മുന്നേ പഠിച്ചിറങ്ങിയ പയ്യനാണോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളത്? 2-3 വർഷം കൊണ്ടൊന്നുമല്ല, അവിടെ വർഷങ്ങളായി ഇത് തന്നെയാണ് നടന്നു വരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഞാനായിട്ട് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. പൂർവ്വകാല വിദ്യാർത്ഥികൾ വന്നിട്ട് ആ സ്കൂളിനെതിരെ സംസാരിക്കുമ്പോൾ പിന്നെ അവർ 2 വർഷം മുമ്പേ പഠിച്ചെന്നല്ലോ, അവൻ അത്യാവശ്യം ഏജുള്ള ഒരു പയ്യനാണ് ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു പെൺകുട്ടിയുടെ വീഡിയോ കൊടുക്കാം, അവരും ഇതുപോലെ തന്നെയാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് 2 വർഷം മുമ്പ് നടന്ന് അല്ലെങ്കിൽ 2 വർഷം മുമ്പെയാണ് ഇങ്ങനെ പ്രശ്നം തുടങ്ങിയെന്നൊന്നും പറയുന്നത് എനിക്കൊരു ജെന്യൂൻ ആയിട്ടുള്ള ആൻസർ ആയിട്ട് തോന്നുന്നില്ല. ചേട്ടൻ മീഡിയയുടെ മുന്നിലൊക്കെ വലിയ സംഭവമായിട്ടൊക്കെ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എന്തോ ഒരു ചെറിയൊരു ഡിഫറൻസ്, ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും വേറൊരു വിദ്യാർത്ഥിനി പറയുന്ന കേട്ടു നോക്കാം. ഇങ്ങനെ ഒരു റൈറ്റപ്പ് അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാനൊന്നും ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. കാരണം ഈവൻ ആഫ്റ്റർ 10 years ഓഫ് പാസിംഗ് ഔട്ട് ഫ്രം ദാറ്റ് സ്കൂൾ എനിക്ക് അവർ തന്ന ട്രോമ, ആ ഇമോഷൻസ് പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കിപ്പോഴും വന്നിട്ടില്ല. ആ ദിവസങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എന്റെ ഹാർട്ട് ബീറ്റ് റേസ് ആവും. പക്ഷെ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. 10 വർഷം മുൻപ് ആ കുട്ടിയുടെ സ്ഥാനത്ത് ഞാനാ നിന്നിരുന്നത്. എന്റെ വീട്ടിലുള്ളവർക്ക് എന്തോ ഒരു അവരുടെ പ്രാർത്ഥന കൊണ്ടോ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് കുറച്ചൊരു ബോധം ഉണ്ടായിരുന്നത് കൊണ്ടോ എന്നെ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോവുകയും തെറപ്പി എടുക്കുകയും ചെയ്തതിനു ശേഷമാണ് ഞാൻ കുറച്ച് എനിക്കൊന്ന് നോർമൽ ആവാൻ പറ്റുന്നത്. എന്റെ ആൻസൈറ്റിയുടെ റൂട്ട് കോസ് അന്വേഷിച്ച് പോകുമ്പോൾ അത് എത്തുന്നത് ഈ പറഞ്ഞ സ്കൂളിലായിരിക്കും. എനിക്ക് 100% ഉറപ്പാണ്. അത്രത്തോളം ആ സ്കൂളിൽ നമ്മളെ അവർ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഇത് എന്റെ മാത്രം സ്റ്റോറി അല്ല, ഇത് അവിടുത്തെ ഓരോ കുട്ടികളുടെയും കാര്യം. എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ എന്നെ ശ്വാസം മുട്ടിച്ചിട്ടുള്ളത് എന്റെ മാത്സ് ടീച്ചറായിരുന്നു. അവര് എന്നോട് എന്തൊരു പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ളതുപോലെ പെരുമാറിയിരുന്നത്. പിന്നീട് അവര് പലരോടും എന്നോട് കൂട്ടുകൂടരുത് എന്നുള്ള രീതിയിൽ സംസാരിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്നോടുള്ള ഗ്രഡ്ജിന്റെ റീസൺ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സമയമാണ്. അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്
ഉണ്ടായിരുന്ന വിഷയം. അതിന് അവരെന്നെ പിന്നീട് പല സിറ്റുവേഷൻസിലേക്കും പുള്ള് ചെയ്യും, അവിടെ ഇട്ടിട്ട് തന്നെ ഒരുപാട് മെന്റലി ഹരാസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പല സ്കൂളുകളിലും നടക്കുന്ന കാര്യങ്ങളാണ്. നിറത്തിന്റെ പേരിൽ വരെ കൺസിഡർ ചെയ്യാറുണ്ട് ചില പിള്ളേരെ. അതായത് വെളുത്തവരെ മുൻഗണന കൊടുക്കും, അവരോട് ഭയങ്കര കാര്യമായിരിക്കും, സ്നേഹമായിരിക്കും, ലീഡറാക്കും, അങ്ങനത്തെ പരിപാടി. എന്നാൽ കറുത്ത പിള്ളേരെയും കുറച്ച് പഠിക്കാത്തവരെയും ഒക്കെ അവോയ്ഡ് ചെയ്ത് അനുഭവങ്ങളുണ്ടോ, അത്ര തന്നെ പറയാം, കൂടുതലൊന്നും പറയാനില്ല ഈ ഒരു വിഷയത്തിൽ. സത്യം അനുഭവങ്ങളുണ്ട്. ഇത് മാറേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ടീച്ചർമാർ നന്നാവണം. നല്ല നല്ല ടീച്ചർമാരെ കൊണ്ടിരുത്തണം. ഇതുപോലെ വല്ല കാട്ടയും കടക്കണേനെയൊക്കെ പിടിച്ച് സ്റ്റെല്ല ബാബുവിനെ പോലുള്ളവരൊക്കെ കൊണ്ടിരുത്തിക്കഴിഞ്ഞാൽ ഇതല്ല, ഇതിന്റെ അപ്പുറവും സംഭവിക്കും. ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല, ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് ഇതുപോലെ തുടരുകയാണ് ഇവിടെ നടക്കുന്നത് സുഹൃത്തുക്കളെ. ഇനി നേരത്തെ പിതാവ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നെ അതിൽ അടുത്തൊരു ചോദ്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിനാണ് പിന്നെയും കുട്ടികൾ അവിടെ തന്നെ നിർത്തുന്നത്, വേറെ സ്കൂളിലേക്ക് മാറ്റിക്കൂടെ എന്നുള്ളതാണ്. ഒരു സ്നേഹത്തിന്റെ പുറത്തുള്ള നമ്മുടെ കുട്ടികളോടും നമ്മളോടൊക്കെ ഒരു സ്നേഹത്തിന്റെ പുറത്തുള്ള ഒരു കമന്റുകളായിട്ടാണ് ഞാൻ അതിന് കണ്ടിട്ടുള്ളത് എന്തായാലും. പക്ഷെ അതെനിക്ക് പറയാനുള്ള മറുപടി, ഏകദേശം 3000-ലേറെ കുട്ടികളവിടെ പഠിക്കുന്നുണ്ട്. അവിടുന്ന് ഇപ്പൊ ഞാൻ ഇത് പേടിച്ചിട്ട് അവിടുന്ന് എന്റെ മക്കളെ കൊണ്ടുവന്ന് വേറെ സ്കൂളിലേക്ക് കൊണ്ടുപോയി ആക്കി. അതേ സ്കൂളിലും സാഹചര്യങ്ങളില്ലേ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ പലതും വരുന്നതല്ല. ഇപ്പോ ഷാബാസിന്റെ കാര്യമായാലും വേറെ വിഷയങ്ങളായാലും ഒരുപാട് വിഷയങ്ങൾ എല്ലാ സ്കൂളിലും വരുന്നുണ്ടല്ലോ. അപ്പൊ ഞാനിപ്പോ അവിടുന്ന് കൊണ്ടുവന്നിട്ട് വേറെ സ്കൂളിലേക്കാക്കി അവിടെ ഇതുപോലെ വിഷയം ഉണ്ടായി ഞാൻ അവിടുന്ന് എന്റെ മക്കളെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം. അതല്ലല്ലോ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണാന്നുള്ളതല്ല. അപ്പോഴല്ലേ നമ്മുടെ മക്കളുടെ കൂടെ ആ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും അത് ഗുണകരാവുകയല്ലേ ചെയ്യാം. അതാണ് സത്യത്തിൽ ചെയ്തത്. അതെ, പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നത്തിന് പരിഹാരമാണ് കാണേണ്ടത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നങ്ങൾ കുറച്ച് ഗുരുതരമാണ്. എല്ലാത്തിനെയും ഡിസ്മിസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നു, അത് തന്നെ വലിയൊരു സന്തോഷം. എല്ലാത്തിനും അകത്തും കൂടി ഇട്ടെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം. ഇതുപോലത്തെ സ്കൂളുകളും തുറന്നു വെച്ചിട്ട് കാണിക്കുന്നത് പേക്കുത്തുകൾ. ഇതാ പണത്തിന് വേണ്ടിയിട്ടും മാർക്കിന് വേണ്ടിയിട്ടും മാത്രം. അതാണ് എനിക്ക് യോജിക്കാൻ പറ്റാത്തത്. അങ്ങനെ ചിന്തിച്ച് നടക്കുന്ന കുറെ സാധനങ്ങളുള്ള സ്കൂളുകളുണ്ട്. പണം, മാർക്ക്, പേര്, പ്രശസ്തി, ഇതിന്റെ ഇടയിൽ പെട്ടുപോകുന്നത് ഈ കുട്ടികളുടെ കുട്ടിക്കാലമാണ്. ടോർച്ചറിന്റെ പൂരമായിരിക്കും. ചിലപ്പോൾ പഠിക്കാൻ കഴിവില്ലാത്ത പിള്ളേർ കാണും. ഡൽഹി അവർക്ക് അത്രയും കഴിവ് കാണത്തില്ല, അത്രയും ഒരു ബുദ്ധിശക്തി കാണത്തില്ല. എനിക്കൊന്നും അതിനുള്ള കഴിവൊന്നുമില്ലായിരുന്നു, ഓപ്പണായിട്ട് പറയാം. പഠിക്കാനൊന്നുള്ള കഴിവൊന്നുമില്ലായിരുന്നു. അങ്ങനെ എങ്കിലും തട്ടിമുട്ടിയൊക്കെ നമ്മൾ പോകും. ആ ഒരു സെറ്റപ്പാണ്. അങ്ങനെയുള്ള പിള്ളേരെ പടി എന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല, നമ്മളെ കൊണ്ട് പറ്റത്തില്ല പഠിക്കുക. അത്രയ്ക്ക് അങ്ങോട്ട് ഈ കാണാപ്പാടം പോലെ അരച്ചുകളിലേക്ക് കുടിച്ചുകൊണ്ട് തുപ്പ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ ആ ഒരു സെറ്റപ്പാണ്, തട്ടിമുട്ടിയുള്ള സെറ്റപ്പിലൊക്കെ അങ്ങ് പോകും. അങ്ങനത്തെ പിള്ളേരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ടോർച്ചർ ചെയ്ത് ഇതുപോലെയൊക്കെ മാനസികമായി തളർത്തിയിട്ട് ഇവിടെ ആശുന്നുണ്ടെങ്കിൽ 1.5 മാർക്ക് കുറഞ്ഞതിനാണ് ഡിവിഷൻ മാറ്റി കളഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അവരുടെ ടാർഗറ്റ് ഇത്ര മാർഗം എന്നാണ്. ആ മാർക്ക് എടുത്തില്ലെങ്കിൽ എന്നാ പിടി ഇപ്പുറത്ത് കട. ഇതൊക്കെ എന്തുപാടേ, ആ പിള്ളേർ എന്തുമാത്രം മാനസികമായിട്ട് തളരും നോക്ക്. 1.5 മാർക്ക് കുറഞ്ഞു. അപ്പൊ ഞാൻ പഠിക്കാത്തത് കൊണ്ടാണ് എന്നെ അപ്പുറത്തെ ക്ലാസ്സിലോട്ട് ഡിവിഷൻ മാറ്റിയത്, എൻ്റെ കൂട്ടുകാരെല്ലാം ഇവിടെ. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരെ പിരിക്കുക എന്നത് ഇവരുടെ ഒരു മെയിൻ പരിപാടിയാണ്. എന്ത് പരിപാടി എന്താ കാണിക്കുന്നത്? എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.